ഹായ് ഓൾ, സോ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. നിങ്ങളാരും MTS സ്റ്റേജ് 2 വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സോ അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഫ്രീ കോച്ചിങ് വീഡിയോ ആണിത്. ഓക്കെ, സോ നമുക്ക് ഇതിലെ ക്വസ്റ്റൻസിലേക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ഇഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 3x + 1 വൺ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് കണ്ട് സോൾവ് ചെയ്തിട്ട് നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. അതിനെ ഫാക്ടറൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x² - 3x + 1 ആണ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. അതിന് 2x² - 2x - x എന്ന് എഴുതാൻ പോകും. ഞാൻ -3xനെ -2x - x എന്നാക്കി മാറ്റി. സോ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു 2x എനിക്ക് കോമൺ എടുക്കാം. 2x² നിന്നും 2x പോയാൽ അവിടെ x മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. -2x നിന്നും 2x പോയാൽ അവിടെ -1 ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ ഒരു മൈനസും കൂടി കോമൺ എടുക്കാം. സോ x - 1 ആയി മാറി. -x നിന്നും മൈനസ് പോയാൽ x മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. 1 നിന്നും മൈനസ് പോയാൽ -1 ആണ് അവിടെ ബാക്കി ഉണ്ടാവുക. ഇവിടെ നമുക്ക് x - 1 കോമൺ എടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? 2x - 1 എന്ന് കിട്ടും. x - 1 കോമൺ എടുത്താൽ 2x - 1 ആയിരിക്കും കിട്ടാൻ. സോ നമുക്കൊരു കാര്യം മനസ്സിലായി. അവിടെ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ള എന്താ അവിടെ റൈറ്റ് ആൻസർ വരിക? ഇത് രണ്ടും റൈറ്റ് ആൻസർ ആണ്. സോ എയും റൈറ്റ് ആൻസർ ആണ്, സിയും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, യെസ്, എയും സിയും ആണ് റൈറ്റ് ആൻസേഴ്സ് വരാം. ഈ രണ്ട് ഓപ്ഷനും കറക്റ്റ്. എന്നോക്കി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, ദ ഇക്വേഷൻസ് ഓഫ് എ ലൈൻ 2x + y = 5. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ x കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ ഇസ് 2, അങ്ങനെയാണെങ്കിൽ അതേ പോയിന്റിലുള്ള y കോർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചത്. എന്ന് വെച്ചാൽ 2x + y = 5 എന്നുള്ള ഒരു ലൈൻ ഉണ്ട്. അതിലെ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിന്റെ x കോർഡിനേറ്റ് 2 ആണ്, y കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. ഈ പോയിന്റ് എന്ത് ചെയ്യുക? നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ 2 × 2 + y = 5 ആയിരിക്കും. സോ ഇത് 4 ആണ്. 4 + y = 5 ആണ്. അങ്ങനെയാണെങ്കിൽ y = 5 - 4 = 1 ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാൻ പോകും. എന്നോക്കി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. So the total surface area of a solid hemisphere is 675 pi cm². സോ ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഒരു സോളിഡ് ഹെമിസ്ഫിയർ എടുത്താൽ ഇതാണ് ഒരു സോളിഡ് ഹെമിസ്ഫിയർ വരാൻ പോകുന്നത്. അതിൻ്റെ റേഡിയസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് അതിൻ്റെ ബേസ് ഏരിയ ആയിരിക്കും. ഓക്കെ, സോ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ 4πr². അങ്ങനെയാണെങ്കിൽ ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ അതിന് നേരെ പകുതി ആയിരിക്കും. അത് 2πr². അതിനോട് ബേസ് ഏരിയ ആയിട്ടുള്ള πr² നമുക്ക് ആഡ് ചെയ്താൽ മതി. നമുക്ക് 3πr² എന്ന് കിട്ടും. ഇനി ഈ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 3πr² = 675 pi cm² എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആരും ഇവിടെ കട്ട് ചെയ്തും കണ്ട് ആരൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് CSA എന്താണ്. CSA നമുക്ക് ഓൾറെഡി അറിയാം, 2πr² ആണ്. സോ ഇത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ ഇവിടെ നമുക്ക് കിട്ടും 2 × πr² എന്താ വരാൻ പോകുന്നത്? ഈ ഒരു ഇക്വേഷനിൽ നിന്നും πr² എന്താ വരിക? ഈ 3 ഇങ്ങോട്ട് വന്നാൽ 675/3 ആയിരിക്കും. യെസ്, ഇതാണ് നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാം. സോ 2 × 675 / 3 അതെന്താ വരാൻ പോകുന്നത്? സോ 6/3 2 വരും. യെസ്, ഓക്കെ, ഇവിടെ ഒരു പൈ ഉണ്ട്. യെസ്, അത് ചെറുതായിട്ട് വിട്ടുപോയി. സോ 6/2 2 എന്ന് വരും. 7/2 2, ബാക്കി 15 ആണുള്ളത്, അവിടെ 5 വരും. യെസ്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 450 pi എന്ന് കിട്ടും, ഇത്രയും സെൻറ്റിമീറ്റേഴ്സ്. സോ ഡി ഓപ്ഷൻ ആണ് ഇതിലെ റൈറ്റ് ആൻസർ ആയിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 140. സോ ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 11th ടേം ആണ്. 11th ടേം എന്ന് വെച്ചാൽ A11 = A + 10D. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കെന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടത്? സോ ഫസ്റ്റ് ടേമും പിന്നെ 21ാമത്തെ ടേം. 21ാമത്തെ ടേം എന്താ നമുക്കറിയാം, A + 20D ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 140 കിട്ടുമെന്നാണ് പറഞ്ഞത്.
എന്ന് വെച്ചാൽ ഇത് 2a പ്ലസ് 20d ആണ്. മൊത്തത്തിൽ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a പ്ലസ് 10d ഇസിക്കൽ ടു 140ൻ്റെ പകുതി 70 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് A11 ആണ്. 11th ടേം 70 ആണെന്ന് കിട്ടി. ഈ ഒരു ക്വസ്റ്റിന് നമുക്ക് ഫസ്റ്റ് ടേം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല, കോമൺ ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിച്ചില്ല, നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി. സോ ഇതിലെ കറക്റ്റ് ആൻസർ വരിക 70 ആയിരിക്കും. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x ഈക്വൽ ടു 104 ആണ്, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചത്. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 5x ഈക്വൽ ടു 104. നമുക്കൊരു ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നമുക്ക് പല രീതിയിലും ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സോ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം, കുറേ മെത്തേഡ്സ് ഉണ്ട്. സോ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യാൻ പോകും. സോ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 5/2 ഹോൾ സ്ക്വയർ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അതായത് ഇവിടെയും 5/2 ഹോൾ സ്ക്വയർ ഞാൻ ആഡ് ചെയ്തു. 5/2 ഹോൾ സ്ക്വയർ എന്താ വരിക, 25/4 ആയി. സോ ഇവിടെ എന്തായി, ഇത് എക്സ് പ്ലസ് 5/2ൻ്റെ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഇത് എക്സ് പ്ലസ് 5/2ൻ്റെ ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എന്താ വരിക, 416 പ്ലസ് 25 ആയിരിക്കും, ഡിവൈഡ് ബൈ 4 ആയിരിക്കും. അതായത് 441 ഡിവൈഡ് ബൈ 4. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 5/2 എന്ന് വെച്ചാൽ എന്തായിരിക്കും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 441 ഡിവൈഡ് ബൈ 4 ആയിരിക്കും. 441 എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അത് 21ൻ്റെ സ്ക്വയർ ആണ്. സോ ഇത് വരിക പ്ലസ് ഓർ മൈനസ് 21 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എക്സ് ഇക്വൽ ടു മൈനസ് 5/2 പ്ലസ് ഓർ മൈനസ് 21/2. സോ ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ 21 മൈനസ് 5 എന്ന് വരും. സോ 21 മൈനസ് 5/2 ഓർ മൈനസ് 5 മൈനസ് 21/2 എന്ന് വെച്ചാൽ 21 മൈനസ് 5 ചെയ്താൽ നമുക്ക് 16 കിട്ടും. 16/2 8 ആണ്. ഓർ രണ്ടും കൂടി ആഡ് ചെയ്താൽ മൈനസ് 26 കിട്ടും. മൈനസ് 26/2 മൈനസ് 13. സോ നമ്മുടെ ഓപ്ഷൻസിൽ ആൻസർ ചോദിച്ചിട്ടുള്ളത് 8 ആണ് ഇതിലെ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സാധാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പരിപാടി. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. In selecting a 2-digit number up to 50, okay, what is the probability of the digit in the tens place to be smaller than the line digit in the ones place എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 50 വരെയുള്ള 2-digit നമ്പേഴ്സ് എടുക്കുക. അത് എത്ര മുതൽ എത്ര വരെ ഉണ്ടാവും, 10 മുതൽ 50 വരെ ഉണ്ടാവും. വാട്ട് ഈസ് ദി probability of the digit in the tens place to be smaller than the digit in ones place എന്ന് ചോദിച്ചില്ല. സോ 10 to 50 എടുത്താൽ നമുക്കറിയാം അത് എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അത് 10 to 50, 11 to 50 എടുക്കുകയാണെങ്കിൽ 40 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. 10 കൂടി കൂട്ടിയാൽ 41 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇതിൽ എത്രണ്ണത്തിനാണ് ടെൻസ് പ്ലേസിലുള്ള വാല്യൂ വൺസ് പ്ലേസിലുള്ള വാല്യൂക്കാട്ടി ചെറുത് എന്നാണ് ചോദിച്ചത്. സോ നമുക്ക് അതിൻ്റെ ഓരോ കേസസ് എടുക്കാം. 1 വെച്ചുള്ള കേസ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് 1, 2 എന്നുള്ളത് ഒരു കേസാണ്. അടുത്ത് 1, 3, 1, 4, 1, 5, 1, 6, 1, 7, 1, 8, 1, 9. ഇനി നമുക്ക് 2 വെച്ചുള്ള കേസ് എടുക്കാം. സോ 2 വെച്ചുള്ള കേസ് എടുത്താൽ നമുക്ക് 2 ഇവിടെ ഇട്ടാൽ അതിനെക്കാട്ടും വലുതായിരിക്കണമല്ലോ വൺസിലുള്ള പ്ലേസ്. സോ 2, 3, 2, 4, 2, 5, 2, 6, 2, 7, 2, 8, 2, 9. ഇനി അടുത്ത് 3യുള്ള കേസ് എടുത്താൽ 3, 4, 3, 5, 3, 6, 3, 7, 3, 8, 3, 9. അടുത്ത് 4 വെച്ചുള്ള കേസ് എടുത്താൽ 4, 5, 4, 6, 4, 7, 4, 8, 4, 9. അടുത്ത് 5, 0 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് കാട്ടി വലുതാണ്. ഇനി നമുക്കിതിൽ കൗണ്ട് മാത്രം എടുത്താൽ മതി. സോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വരാൻ പോകുന്ന പ്രോബിലിറ്റി എന്ന് വെച്ചാൽ 26 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ആയിട്ടുള്ള 41 ആയിരിക്കും. സോ എ ഓപ്ഷൻ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഓക്കെ, നമുക്കെന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ.
So the ratio of the base edge of two square pyramids is 1:2. സോ രണ്ട് സ്ക്വയർ പിരമിഡ്സ് ഉണ്ട്. അവരുടെ ബേസ് എഡ്ജുകൾ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ നമുക്ക് 1:2 ആണ് കിട്ടാൻ. സോ ദി ഹൈറ്റ്സ് ആർ ഓൾസോ ഇൻ ദ സെയിം റേഷ്യോ. ഹൈറ്റും സെയിം റേഷ്യോ തന്നെയാണ്. വോളിയം ഓഫ് ദ ഫസ്റ്റ് പിരമിഡ് 100 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പിരമിഡിന്റെ വോളിയം എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ നമുക്കറിയാം വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് കാണാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ a²h/3 ആണ്. 1/3 ഇൻറ്റു a²h. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്ക് ഇവിടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ v1/v2 എന്ന് വെച്ചാൽ എന്താ വരിക? ഫസ്റ്റത്തെ a1² h1/3 ഉണ്ടായിരിക്കും, ഡിവൈഡഡ് ബൈ a2² h2 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ആ /3 കട്ടായി പോയി. നമുക്ക് കിട്ടാൻ പോകുന്നത് a1/a2 ഹോൾ സ്ക്വയർ ഇൻറ്റു h1/h2 ആയിരിക്കും. a1/a2ൻ്റെ വാല്യൂ നമുക്കറിയാം, അത് 1/2 ആണ്. h1/h2ൻ്റെ വാല്യൂ നമുക്കറിയാം, അത് 1/2. സോ ഇത് വരാൻ പോകുന്ന 1/2ൻ്റെ സ്ക്വയർ 1/4 ഇൻറ്റു 1/2 1/8 ആയിരിക്കും. യെസ്, ഇതിൽ v1ൻ്റെ വാല്യൂ നമുക്കറിയാം, അത് 100 ആണ് വരാൻ പോകുന്നത്. സോ 100/v2 is equal to 1/8. അതിൻ്റെ മീനിങ് v2 is equal to 8 into 100, അതായത് 800 cm3 ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വോളിയം ഓഫ് ദി സ്ക്വയർ പിരമിഡ് മാത്രം അറിഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക? 800 cm3. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് നെക്സ്റ്റ് ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ചോദിച്ചത്. ഇതിൻ്റെ ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് √6 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ ടേം ഇത് a1 ആണ്. അടുത്ത് a2 എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് √24 ആണ്. √24 നമുക്ക് മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? √4 ഇൻറ്റു 6 എന്ന് എഴുതാൻ പറ്റും, അതായത് √4 ഇൻറ്റു √6. സോ അത് 2√6 ആയിരിക്കും. അതുപോലെ നമുക്ക് a3 എഴുതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ വരിക? √54 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ √54 എന്ന് വെച്ചാൽ 9 ഇൻറ്റു 6 ആണ്. √9 എന്ന് വെച്ചാൽ 3 ആണ്. സോ 3√6 ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പാറ്റേൺ എന്താ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ √6 ആണ്. ഓരോ ടേമിൽ √6 ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. √6നോട് √6 ആഡ് ചെയ്താൽ 2√6 ആവും. അടുത്ത √6 വീണ്ടും ആഡ് ചെയ്താൽ 3√6 ആവും. വീണ്ടും √6 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന a4 എന്ന് വെച്ചാൽ 4√6 ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ 4√6 എന്ന് വെച്ചാൽ? 4√6 എന്ന് വെച്ചാൽ √16 ഇൻറ്റു √6 ആണ്, അതായത് √6 ഇൻറ്റു 16 ആണ്. 6 ഇൻറ്റു 16 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 6 വരും, ഇവിടെ 9 വരും. √96 ആയിരിക്കും റൈറ്റ് ആൻസർ, അഥവാ സി ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ വരാം. യെസ്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് സെമി സർക്കിൾ ഓഫ് ഡയമീറ്റർ d? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇതാണ് ഒരു സെമി സർക്കിൾ വരാൻ പോകുക. ഇതിൻ്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, സോ d = 2r ആണ്. റേഡിയസ് എന്ന് വെച്ചാൽ d/2 ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു ഫുൾ സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. സെമി സർക്കിളിൻ്റെ ഏരിയ πr²/2. ഇനി നമുക്ക് ആറിനെ d വെച്ച് കണ്ടങ്ങ് റീപ്ലേസ് ചെയ്താൽ, സോ π ഇൻറ്റു ആറിന് പകരം d കൊടുക്കുക, d/2 ആയിരിക്കും /2. അതായത് πd²/2ൻ്റെ സ്ക്വയർ 4 ആണ്. ഇവിടെ ഇൻറ്റു 2 ഉണ്ട്. സോ ആൻസർ വരിക πd²/8. സി ഓപ്ഷൻ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്നോക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a post 6 meters high cast a shadow 2√3 long on the ground, അങ്ങനെയാണെങ്കിൽ സണ്ണിൻ്റെ എലിവേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഒരു 6 മീറ്റർ ഒരു ഹൈറ്റിലുള്ള ഒരു പോസ്റ്റ് ഉണ്ട്, അതിന് ഒരു ഷാഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ഇവിടെയാണ് സൺ ഇരിക്കുന്നത് വിചാരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഇരിക്കാൻ പോകുന്നത്. പോസ്റ്റിൻ്റെ ലെങ്ത്ത് 6 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആംഗിൾ നമുക്കറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഒരു എക്സ് എന്ന് പേരിടാം. സോ ഈ ഷാഡോൻ്റെ ലെങ്ത്ത് 2√3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ടാൻ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ടാൻ എക്സ് എന്താ വരിക? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് എന്താ വരിക? സോ 6 ഡിവൈഡ് ബൈ 2√3. അതായത് 6/2 3/3 എന്ന് വരും. 3 എന്ന് വെച്ചാൽ √3 × √3 ആണ്. ഡിവൈഡ് ബൈ √3 ചെയ്താൽ നമുക്ക് √3 എന്ന് കിട്ടും. സോ അതിൻ്റെ മീനിങ് എന്താ വരിക? എക്സിൻ്റെ വാല്യൂ 60 ആണെന്ന് നമുക്ക് കിട്ടും. സണ്ണിൻ്റെ എലിവേഷൻ 60 ഡിഗ്രിയിലാണ്. സോ ആൻസർ എന്താ വരാൻ പോകുന്നത്? ഇതായിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. How many terms are there in an AP whose first term is 14, fifth term is 2, last term is 62? Okay, first term 2 ആണ്. ഓക്കെ, ഇത് -14 അല്ലേ, സോറി ചെറുതായിട്ട് പോയി. ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് -14, ഫിഫ്ത്ത് ടേം വരാൻ പോകുന്നത് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. A+ 4D ആയിരിക്കും ഈ വാല്യൂ. സോ A5 എന്ന് വെച്ചാൽ 2 = -14 + 4D. അതായത് -14 ഇങ്ങോട്ട് വന്നാൽ 16 ആവും. 16 = 4D എന്ന് വരും. സോ D എന്ന് വെച്ചാൽ 16/4 = 4. D = 4 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് ടേം 62 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ nth ടേം വരാൻ പോകുന്നത് നമുക്കറിയാം A + n - 1 × D ആണ്. ആ n ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ nth ടേം വരാൻ പോകുന്നത് 62 = -14 + n - 1 × 4 ആയി. ഓക്കെ, ഈ -14 ഇങ്ങോട്ട് പോയാൽ എന്താ സംഭവിക്കുക? 62 + 14 ആകും. അതെന്താ വരിക? 76 വരും. ഓക്കെ, 76 = n - 1 × 4 ആയിരിക്കും. ഈ 4 ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണ്ട, മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് നേരെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. സോ n - 1 = 76 / 4 ആണ് വരാൻ പോകുന്നത്. ഇത് നമുക്ക് കിട്ടാൻ പോകുന്ന 80 / 4 20 ആണ് നമുക്കറിയാം. സോ 76 / 4 19 ആയിരിക്കും. സോ n = 19 + 1 20 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻസർ എന്താ വരിക? എ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. cos square theta by sin square theta minus 1 by sin square theta. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. ഇത് വളരെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ. സോ cos square theta divided by sin square theta എന്ന് വെച്ചാൽ cos by sin എന്ന് വെച്ചാൽ നമുക്കറിയാം അത് കോട്ടാണ്. ഇത് വരാൻ പോകുന്നത് cot square theta ആണ്. മൈനസ് 1 by sin theta എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് cosec theta. ഇവിടെ വരാൻ പോകുന്ന സ്ക്വയറിലുണ്ട് cosec square theta. സോ ഇതെന്താ സംഭവം? നമുക്ക് എല്ലാവർക്കും അറിയാം cosec square theta minus cot square theta എന്ന് വെച്ചാൽ 1 ആണെന്ന് നമുക്കറിയാം. സോ cot square theta minus cosec square theta എന്താ വരിക? അതിന് നേരെ നെഗറ്റീവ് ആയിരിക്കും, അത് -1 ആയിരിക്കും. ഡി ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതിലൊന്നും ചെയ്യാനില്ല. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ നമ്പർ വാസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം 1 to 100 inclusive of both numbers. 1 included ആണ്, 100 included. And it was found to be multiple of 10. What is the probability that the selected number is a multiple of 5? Okay. So what is the probability that the selected number is a multiple of 5 എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇത് 10ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നറിയാം. സോ ഒരു നമ്പർ 10ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഒരു നമ്പർ 10ൻ്റെ മൾട്ടിപ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ അത് 5ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. നമുക്കറിയാം ഒരു നമ്പർ 10ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് എന്തായാലും 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ പ്രോബിലിറ്റി ദാറ്റ് ദ സെലക്ട് നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് വെച്ചാൽ അത് 1 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, 1 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. എന്തായാലും ഒരു നമ്പർ 10ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 5ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. അതല്ലാത്ത ഒരു കേസും വരാൻ പോകുന്നില്ല. സോ 1 ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, 15th ക്വസ്റ്റ്യൻ ആണ്. സോ cos y = 0 ആണ്. അങ്ങനെയാണെങ്കിൽ 1/2 cos y/2 എന്താണെന്നാണ് ചോദിച്ചത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
നമുക്കറിയാം കോസ് വൈ എന്ന് വെച്ചാൽ 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിൻ്റെ വാല്യൂ ആണ് 0 എന്ന് പഠിച്ചിട്ടുള്ളത്? കോസ് 90ൻ്റെ വാല്യൂ ആണ് 0 എന്ന് പഠിച്ചിട്ടുള്ളത്. സോ വൈൻ്റെ വാല്യൂ 90 ആണ് വരാം. 90 ഡിഗ്രി എന്ന് എഴുതണം. ഡിഗ്രി എന്ന് ഇടാൻ ഒരിക്കലും മറക്കരുത്. സോ വൈൻ്റെ വാല്യൂ 90 എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് യെസ് 1/2 കോസ് y/2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ 1/2 കോസ് 90ൻ്റെ ബൈ 2 എടുത്താൽ നമുക്ക് 45 എന്ന് കിട്ടും. സോ 1/2 ഇൻറ്റു കോസ് 45 എന്താണെന്ന് നമുക്കറിയാം, അത് 1/√2. സോ ആൻസർ വരാൻ പോകുന്നത് 1/2√2 അഥവാ ഡി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. If x minus 1 is a factor of p of x equal to x cube plus ax square plus 2b and a plus b equal to 4. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ നമുക്കറിയാം, ഫാക്ടർ തിയറം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. എക്സ് മൈനസ് എ പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് ഫാക്ടർ തിയറം. ഇതേ സംഭവം നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. എക്സ് മൈനസ് 1 പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്, അതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 1 എന്ന് വെച്ചാൽ 0 ആയിരിക്കും. സോ പി ഓഫ് 1 ഈക്വൽ 0 എടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. പി ഓഫ് 1 എന്താ വരിക? എക്സിന് പകരം 1 അങ്ങോട്ട് എടുക്കാം. സോ 1 ക്യൂബ് പ്ലസ് എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2b ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഒന്ന് മാറ്റി എഴുതിയാൽ എ പ്ലസ് 2b ഈസ് ഈക്വൽ ടു ഈ 1 ഇങ്ങോട്ട് പോകും -1 ആയിരിക്കും. ഇനി നമുക്ക് വേറെ സംഭവം കൂടി അറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ പ്ലസ് ബി എന്ന് വെച്ചാൽ യെസ്, ഇതൊന്ന് ഞാൻ മാറ്റി എഴുതാം. എ പ്ലസ് 2b 1 പ്ലസ് ഓക്കെ. സോ എ പ്ലസ് 2b ഈക്വൽ ടു -1. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എ പ്ലസ് ബി എന്ന് വെച്ചാൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യാൻ പോകണേ, രണ്ടാമത്തെ തന്നിട്ടുള്ള ഇക്വേഷൻ ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 2 വരും, ഈ 4ന് പകരം 8 വരും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഞാൻ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാൻ പോവാണ്. സോ 2a മൈനസ് എ ചെയ്താൽ എനിക്ക് എ എന്ന് കിട്ടും. 2b മൈനസ് 2b ചെയ്താൽ നമുക്ക് 0 കിട്ടും. 8 മൈനസ് -1 ചെയ്താൽ 8 + 1 ആണ്, അത് 9 ആയിരിക്കും ആൻസർ. സോ ബി ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഫസ്റ്റ് ബി കണ്ടുപിടിച്ചിട്ട് എ കണ്ടുപിടിച്ചാലും ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടി സമയം പോകും എന്നാണ്. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, എന്നാലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ MTSC സ്റ്റേജ് 2 വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യാണ്. സോ അതിന് വേണ്ടിയുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ദിവസങ്ങളും കൂടി MTSC സ്റ്റേജ് 2. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.